Hello friends, welcome to my YouTube channel Haru and Tanu. വളരെ ഈസിയും സിമ്പിളുമായിട്ടുള്ള ഒരു ചുരിദാർ ടോപ്പ് കട്ടിംഗ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഞാൻ ഇന്നിവിടെ ഒരു കോട്ടൻ്റെ ഡ്രസ് മെറ്റീരിയൽ ആണ് എടുത്തിരിക്കുന്നത്. കുറച്ച് നാൾ മുൻപ് ഞാൻ ഷോപ്പിങ്ങിന് പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ ഈ ഒരു ഡ്രസ് മെറ്റീരിയൽ. ഇത് നമുക്ക് ഇതുപോലെ നാലായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്യാം. നമ്മുടെ കറക്റ്റ് പാകത്തിനുള്ള ഒരു ചുരിദാർ ടോപ്പും ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഈ മെറ്റീരിയലിൻ്റെ കട്ട് ചെയ്തിട്ടുള്ള എൻഡല്ല മറ്റേ എൻഡിൽ നമുക്ക് ഇതുപോലെ വച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു ചോക്ക് ഉപയോഗിച്ച് നമുക്ക് മാർക്ക് ചെയ്യാം. നമ്മുടെ അളവിനെടുക്കുന്ന സൽവാർ ഒന്ന് തേച്ചിട്ട് എടുക്കാൻ നല്ലതാണ്, കാരണം ഇതിൻ്റെ അറ്റമൊക്കെ ഇങ്ങനെ ഫോൾഡ് ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള അളവ് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഒന്ന് തേച്ചിട്ട് നമുക്കിതുപോലെ മെറ്റീരിയലിൻ്റെ മുകളിൽ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല കറക്റ്റായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. തയ്യൽ തുമ്പിനായിട്ട് നമുക്ക് 1.5 ഇഞ്ചോളം മാറ്റിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ അങ്ങനെ നമ്മളിതേ ഫുൾ ലെങ്ത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. സ്ലിറ്റ് എവിടെയാണ് വരുന്നതെന്ന് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ നെക്കിൻ്റെ ഭാഗമാണ് ഇപ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഷോൾഡേഴ്സ് മാർക്ക് ചെയ്യണം. കൈക്കുഴിയും ഷോൾഡറും നമുക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കിത് ഇതുപോലെ കേർവായിട്ട് ഒന്ന് വരച്ചു കൊടുക്കണം. അങ്ങനെ നമ്മൾ മാർക്കിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി പഴയ സൽവാറിൻ്റെ ടോപ്പ് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് മാർക്ക് ചെയ്ത ആ വരയിലൂടെ നമുക്ക് വെട്ടി കൊടുക്കണം. നമ്മൾ തയ്യൽ തുമ്പ് നേരത്തെ പറഞ്ഞതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ആ രണ്ടാമത്തെ വര നിങ്ങൾ കാണുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റൗണ്ട് നെക്കാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ഇത് ബിഗിനേഴ്സിനായിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റൗണ്ട് നെക്കാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ കൈക്കുഴിയാണ് വെട്ടുന്നത്. മുൻപിലത്തെ പീസിൻ്റെ കൈക്കുഴി നമുക്കിതുപോലെ ചെറുതായിട്ട് ഒന്ന് ഇറക്കി വെട്ടിക്കൊടുക്കണം. അതിനായിട്ടാണ് ഈ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ സൽവാർ തുന്നിയതിന് ശേഷം ഒരു ചുളുക്ക് പോലെ നമുക്ക് തോന്നും ഈ കൈയിൻ്റെ ഭാഗത്തായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലത്തെ നെക്കും ഒന്ന് കുറച്ച് ഇറക്കിയാണ് വെട്ടുന്നത്. അതിനായിട്ടാണ് ഈ ഫ്രണ്ടിലത്തെ നെക്കിൻ്റെ പോർഷനും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ആ മാർക്കിങ്ങിലൂടെ നമുക്ക് ഒന്ന് വെട്ടിക്കൊടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ടത് സ്ലീവ്സ് ആണ്. പഴയ സൽവാർ ടോപ്പ് നമുക്കിതുപോലെ സ്ലീവിൻ്റെ പോർഷൻ ഈ മെറ്റീരിയലിൻ്റെ മുകളിലായിട്ട് വച്ചു കൊടുക്കാം. നമുക്ക് എത്ര ലെങ്ത്തിൽ സ്ലീവ് വേണം അതനുസരിച്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 3/4 ലെങ്ത്തിലാണ് സ്ലീവ് ഉദ്ദേശിക്കുന്നത്. അതനുസരിച്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, എൻ്റെ പഴയ സൽവാറിന് ഒരു ചെറിയ സ്ലീവ് ഉണ്ടായുള്ളൂ. പക്ഷേ എൻ്റെ പുതിയ സൽവാറിന് ഞാൻ ഉദ്ദേശിക്കുന്നത് 3/4 ലെങ്ത്തിലുള്ള സ്ലീവാണ്. അതനുസരിച്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്.
അങ്ങനെ ഇതേ നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാർക്കിങ്സിലൂടെ കട്ട് ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ സ്ലീവ് കുറച്ചൊന്ന് ഇറക്കിയാണ് വെട്ടുന്നത്. അതിനായിട്ടാണ് ഈ ഒരു മാർക്കിംഗ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ആ നെക്ക് പോർഷന് വേണ്ടിയുള്ള ചെറിയൊരു പടിയാണ് വെച്ചു കൊടുക്കുന്നത്. ഇതേ നമുക്കതിനായിട്ട് ഇതുപോലൊരു ചെറിയ കഷ്ണം വേണം. അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചുരിദാർ ടോപ്പ് കട്ടിംഗ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻസിൽ പറയണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹരു ആൻഡ് താനു. ബൈ.